അർജുന് കംപ്ലീറ്റ് ആണ്. യെസ്. സുധാപ്പൂന് ഇഷ്ടല്ലേ? നോൺ വെജ് ഒക്കെ ഇഷ്ടല്ലേ? ആണോ? ഫിഷ് ആണോ ചിക്കൻ ആണോ കുഞ്ഞിന്? ചിക്കൻ സ്വാഭാവികം കൊടുത്താൽ കഴിക്കൂല, വിശ്വാസമില്ല. വിചാരിച്ചിട്ടല്ലേ? മമ്മ തരണ്ട, പപ്പ തന്നാ എനിക്കങ്ങ് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ മോൾ ഇത്രയും നോൺ വെജ് കഴിക്കുന്നു എന്നുള്ളത്. കഴിക്കട്ടെ, നല്ലല്ലേ? നല്ലതാ, പക്ഷെ എനിക്കൊരു ചെറിയ കുഞ്ഞു വന്ന പിന്നെയുള്ള ലൈഫ് ചേഞ്ചസ് എന്തൊക്കെയാ? അട്ടി ഉണ്ടാക്കല് കുറഞ്ഞു. ബെഡിൽ മരിയെ കിടക്കാൻ പറ്റുന്നില്ല, അതാണ് ഒരു ചേഞ്ച്. എല്ലാരും ചോദിക്കുമ്പോ ഞാൻ പറയാം ഒന്നുമില്ലെന്ന് പറയും. സത്യമായിട്ട് ഉണ്ട്, ഇതാണ് സംഭവം. മറന്നോണേ. മോള് എന്റെ അടുത്ത് കിടക്കൂല നൈറ്റ്. അർജുൻ ചേട്ടൻ മാത്രമേ കിടക്കൂ. അപ്പൊ അർജുൻ ചേട്ടനാണ് ഉറക്കം ഡിസ്റ്റർബ് ആവണം. എനിക്ക് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റും നൈറ്റ് ഫുള്ള്. പക്ഷെ അർജുൻ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് മോൾ ഇങ്ങനെ എണീക്ക് റെസ്റ്റ്ലെസ് ആവുമ്പോ അർജുൻ ചേട്ടന്റെ സ്ലീപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയിക്കോട്ടെ. എല്ലാ അപ്പനും അമ്മമാരും അങ്ങനെയല്ലേ മക്കളെ വളർത്താന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചോടത്തുമ്പോഴുള്ള കാര്യമില്ല. അത് അപ്പനും അമ്മ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പറഞ്ഞു. അവർക്ക് മൂത്ത മോനെയൊക്കെ വളർത്തി ഒരു ബോറടിച്ച് പിന്നെ കുറെ അപ്പൊ എന്റെ ചട്ടം വെച്ചിരുന്നു അവർക്ക് കാണാൻ വലിയ താല്പര്യമില്ല. കൊറേ പേടിപ്പിച്ചു. ചേച്ചി അടിപൊളി കേട്ടോ. അർജുൻ ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മട്ടൺ ഇഷ്ടായോ? മട്ടൺ ഇഷ്ടമായി, അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ്. ഞാൻ ചെന്ന് പിണങ്ങിട്ട് ചേച്ചി എനിക്ക് ഫുഡ് തരൂല. ചേച്ചിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ലല്ലോ. അയ്യോ. അർജുൻ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എനിക്കങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല. ഇതുപോലെ അങ്ങ് ചിരിച്ചു പോയാൽ മതിയായിരുന്നു. സന്തോഷായിട്ട് നിറവോടെ. അതെ, സത്യം. സൗഭാഗ്യക്കോ ഫ്യൂച്ചർ പ്ലാൻസ്? പനീർ ഇരിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റും. പ്ലാൻ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യണ ആളേ അല്ല. ഞാൻ ഇതിനു മുന്നേ വന്ന് പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണോ ലൈഫ് വരുന്നത് അത് അതേപോലെ ഫേസ് ചെയ്ത്. ഞാൻ ഇങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപ ഉടനെ ഉണ്ടാക്കണമെന്നല്ലായിരിക്കും. അങ്ങനെയല്ലേ? ഓക്കെ, എന്തായാലും ഐ എം സോ ഹാപ്പി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്നാലും എനിക്കിനോടൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നെ കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ ആ വിഷമം ഞാൻ മറന്നുപോയത് ശരിക്കും എൻ്റെ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നിറവ് തോന്നി കേട്ടോ. അത് എത്രയായാലും എനിക്ക് തോന്നുന്നു നേച്ചർ ആയിരിക്കും. അത് നമ്മൾ കുഞ്ഞുമക്കളെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടവും പക്ഷെ എന്നാന്ന് പറയാ, അർജുനോട് വിത്ത് ഓൾ റെസ്പെക്ട് എല്ലാം ഞാനുണ്ട്. പക്ഷെ ആദ്യം അവളെയല്ലേ കണ്ടത്. പക്ഷെ എന്റെ മോളെ കണ്ടപ്പോ ചിരിച്ചത്. അത് കറക്റ്റ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളും കൂടെ വേണമല്ലോ അതിനകത്ത് 50. ഇത് 50-50 ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അവക്കും കടിച്ചു കൊടുക്കണം. 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വിരുന്ന് കൊടുക്കുന്നതും കൂടെ. ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല ചേച്ചി. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരാൾ ഫുഡ് തരുന്നത്. ഞാൻ പേടിച്ച് പോകത്തില്ലേ നിന്റെ ഫാമിലിയിൽ? തൈര് സാധനം വല്ലതൊന്നും ഞാൻ ബോധപ്പെടുന്നില്ല. പക്ഷെ ഞാൻ തന്നപ്പോ നല്ല സാധനം തന്നല്ലേ. ഉണ്ടോ വിരുന്ന് 3 വർഷം കഴിഞ്ഞിട്ട് വന്നു വിരുന്ന് തരാൻ. ചരിത്രത്തിലൊക്കെ 5 വർഷമായി. 5 വർഷത്തിന് ശേഷമാണ് ചേച്ചി നമുക്കൊരു നല്ല ഫുഡ് തരുന്നത്. കണ്ടല്ലോ അല്ലേ? ഇത് ആ ഒരു പിണക്കം വെച്ചോണ്ടല്ലേ ഉണ്ടേ. എനിവേ, താങ്ക് യു വെരി മച്ച്. അമ്മയോട് പ്രത്യേക അന്വേഷണം പറയണേ. അമ്മയുടെ പരിഭവം ഞാൻ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടോളാന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു വെരി മച്ച്. അർജുൻ്റെയും സൗഭാഗ്യയുടെയും വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്ന് എനിക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു വിരുന്ന് കൊടുക്കാൻ പറ്റി. എൻ്റെ കുറ്റം കൊണ്ടല്ല, അവളുടെ കുറ്റം കൊണ്ടാണ്. പക്ഷെ എന്നാലും വന്നു സന്തോഷിച്ച് കുറച്ച് നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചു. നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ വിശേഷങ്ങൾ കുറച്ചുകൂടെ അറിയാൻ പറ്റി. അപ്പോൾ എല്ലാ നിമിഷങ്ങളും സന്തോഷകരമാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതേപോലെ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. Till then, goodbye. Ali's Kitchen. Let's cook with love.